ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര വെട്ടടിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീയും ഇന്ന് എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. പിന്നെ മുഖത്ത് ചെറിയൊരു ഫേസ് പാക്ക് ഇടും, അതും കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പോയി ഫേസ് പാക്ക് തയ്യാറാക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലൊക്കെ, എന്നാലും കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖത്തിടാൻ ആവശ്യത്തിനുള്ള കടലമാവ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത്ര മതി, ഇത്രയുടെ ആവശ്യമുള്ളൂ എനിക്ക്. പിന്നെ പാലാണ് വീഴ്ത്താനുള്ളത്. പാല് കുറച്ച് വീഴ്ത്തി കൊടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്യണം. കുറച്ച് വീഴ്ത്തി മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കിത് കുറച്ചായിട്ട് എടുത്ത് മുഖത്തിട്ട് കൊടുക്കാം. എന്നാൽ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചോട്ടെ. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് മുഖത്തിലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നെറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം പോലെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. പാല് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇത് മൂക്കിലൊക്കെ തേച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നു. കുറച്ച് വെള്ളം കൂടിപ്പോയി ഗായ്സ്. അപ്പം ഓക്കെ, ഇതിനി ഉണങ്ങാനായിട്ട് വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഗൈസ്, എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം ഒലിച്ചിറങ്ങുകയാണ് ഈ സംഭവം. കഴുകാം. അപ്പോൾ ഗൈസ്, ഇന്ന് എന്തൊക്കെയാണ് ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇന്ന് എനിക്ക് വയ്യായിരുന്നു, നിന്ന് ചെയ്ത് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചാണ് ഉണ്ടാക്കിയത്, കാണിച്ചു തരാം. ചോറുണ്ട് ഗൈസ്, ഇതല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം. പിന്നെ മുട്ടയുണ്ട്, ഇതിപ്പോൾ എല്ലാവരും കഴിച്ചപ്പോൾ തീർന്നതാണ്. പിന്നെ മോര് കറി, പിന്നെ രസമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ ഉണ്ടാക്കിയുള്ളൂ ഉച്ചയ്ക്ക്. അപ്പോൾ ഗായ്സ്, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടാണ് ഒരുങ്ങുന്നത്. ഈ റൂമിൽ അമ്മയും എൻ്റെ അനിയത്തിയും കിടപ്പുണ്ട്. അമ്മയെ കാണിച്ചു തരാം. അമ്മ ഹായ് പറ. അവിടെ എൻ്റെ അനിയത്തി കിടപ്പുണ്ട്. അവൾ ചൂടായാലും തണുപ്പായാലും ബെഡ്ഷീറ്റ് തലയിലൂടെ മൂടിയിട്ടേ കിടക്കുള്ളൂ. അപ്പം ശരി, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങണത്. പൗഡർ ഇടൂല ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൗഡർ ഇടൂലെന്ന്. ഇതാ ഐടെക്സിൻ്റെ ഈ ഒരു പൊട്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പൊട്ടെടുത്ത് വെച്ച് കൊടുക്കും. ഇത് വെച്ച് കൊടുക്കും. പിന്നെ ഗൈസ്, ഇത് കണ്ടില്ലേ, ഇതൊരു സിന്ദൂരം പോലത്തതാണ്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ഇടും. കറക്റ്റായി. ഞാൻ വിചാരിച്ച് വളഞ്ഞു പോയിട്ടപ്പം. അപ്പുറത്ത് ടോണി കുരയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കമ്മൽ ഇട്ട് കൊടുക്കും. അയ്യോ ഗൈസ്, ഞാൻ ഒരു കാര്യം മറന്നുപോയി. മുഖം കഴുകാൻ നേരത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. മുഖം കഴുകിയതിന് ശേഷം എൻ്റെ മുഖത്ത് കുരുക്കൾ വന്നിട്ടുണ്ട് ഒരുപാട്. കഴുകിയതിന് ശേഷം ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ 2 കമ്മലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരുങ്ങി നിൽക്കുന്നത്. പൗഡർ ഇടില്ല ഞാൻ പൊതുവെ വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഗൈസ്, എൻ്റെ അച്ഛൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വീട്ടിലത്തേക്കുള്ള ആവശ്യത്തിനുള്ള, എന്ന് വെച്ചാൽ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ തറയിലങ്ങിരുന്നു. അപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച ബാഗ് ഞാൻ കാണിച്ചു തരാം. ക്യാമറയും ഞാൻ തന്നെ പിടിക്കണം, വീഡിയോയും ഞാൻ തന്നെ എടുക്കണം.
അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. പണ്ടായിരുന്നെങ്കിൽ അമ്മയും കൂടെ എടുത്ത് തരുമായിരുന്നു വീഡിയോ. എനിക്ക് അമ്മ വീഡിയോ എടുത്ത് തരും, ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള ഏറ്റവും പ്രശ്നം ക്യാമറയും പിടിക്കണം, വീഡിയോ ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ കാണുന്നില്ലേ? ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ഈ ബാഗ് നിറച്ചാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തു തുടങ്ങാം. ഗൈസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേ മൈക്ക് വെക്കണമെന്ന്. എൻ്റെ മൈക്കില്ല, പുതിയതൊരെണ്ണം വാങ്ങിയാലേ പറ്റൂ. അപ്പോൾ എനിക്ക് ചില വീഡിയോ കേട്ടപ്പോൾ തോന്നി സൗണ്ട് എൻ്റെത് കുറവാണെന്ന്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ ആദ്യമേ നമുക്ക് സാധനം എടുക്കാം. ഒരു പാക്കറ്റ് ബ്രെഡാണ്. ഇവിടെ എപ്പോഴും ഇപ്പോൾ ദോശയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് സോഫ്റ്റ് ആഹാരമേ കഴിക്കാവൂ. അപ്പോൾ സ്ഥിരം ദോശ തന്നെ. അപ്പോൾ ഇന്ന് മാറ്റി ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ്. രണ്ടാമത് പാഡ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു എക്സോഡ സോപ്പ്, ഒന്നല്ല 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 2 എണ്ണം. ഇതില്ലാതെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ഗൈസ്. പാത്രം തയ്ക്കാൻ നേരത്ത് സോപ്പില്ല, പിന്നെ അതിന് പകരം എക്സോഡ ലിക്വിഡാണ് യൂസ് ചെയ്താണ് പാത്രം കഴുകിയത്. പിന്നെ ഗൈസ് നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. പിന്നെ ഇതിലുള്ളത് ഒരു ഷാംപൂ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ലെമൺ ഫ്രഷ്. ഇതൊരെണ്ണം ഞാൻ ഉപയോഗിക്കാറില്ല, ഇത് എൻ്റെ അച്ഛനാണ് യൂസ് ചെയ്യണത്. അപ്പം നിങ്ങൾ ചിന്തിക്കുക എൻ്റെ അച്ഛൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്നു. ഒന്നുമില്ല, അച്ഛൻ ഇത് യൂസ് ചെയ്ത് ശീലമായിപ്പോയി. പിന്നെ ഉള്ളത് ഈ ഒരു ലിക്വിഡാണ്. ഇത് പാത്രം കഴുകണതാണ്. പിന്നെ ഇതൊരെണ്ണം. ഇതിൻ്റെ പേരെന്തരെന്ന് നോക്കട്ടെ. അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് മൈസൂർ പരിപ്പെന്ന്. മൈസൂർ ഡാലെന്ന് തന്നെയാണ് കൊടുത്തേക്കണം. അത് തന്നെ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? അമ്മ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഗൈസ് നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. അടുത്ത വെള്ളക്കടല. കടല രണ്ട് വിധത്തിലുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ അത്രയാണ്. ഒന്ന് വെള്ളക്കടലയും ഒന്ന് മറ്റേ കറുത്ത കടല, ബ്രൗൺ പോലെ ഇരിക്കുന്ന ഒരു കടലയും. അപ്പോൾ ഇത് വെള്ളക്കടല. ഇനി അടുത്തത് നമ്മൾ എരിഞ്ഞും പോണ സാധനം, മുളക്. വറ്റൽ മുളക്, അതാണ് ഇതിൻ്റെ പേര്. ഞാൻ സാധാരണ മുളക് പോലെ അങ്ങ് പറഞ്ഞ്. വറ്റൽ മുളക് ഒരു പാക്കറ്റ്. പിന്നെ ഗൈസ് ഇത് 2 പാക്കറ്റ്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം. നിങ്ങളിത് കാണാൻ പറ്റുന്നില്ലേ? ഇതിൻ്റെ പേര് മലയാളത്തിൽ എന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഉടച്ച കടല എന്നാണ് പറയണത് ഇതിന്. മലയാളത്തിൽ ഇതിന് എന്തൊരു പറയുമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. ഇതാണ് സംഭവം. 2 പാക്കറ്റ് ഉണ്ട് ഇത്. പിന്നെ ഗൈസ് അടുത്ത സാധനം നമുക്ക് എടുക്കാം. ലൈസോളാണ്. ഇത് നിങ്ങൾക്കറിയാലോ, തുടയ്ക്കുന്ന സംഭവം. വീടും ബാത്റൂമൊക്കെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യും നമ്മൾ. ഇതും വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ്. ഗോൾഡ് വിന്നർ. ഇത് 4 പാക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എടുക്കട്ടെ. ഇത് 3ാമത്തെ പാക്കറ്റ്. ഇത് 4ാമത്തെ പാക്കറ്റ്. 4 പാക്കറ്റ് ഉണ്ട് ഗായ്സ്. ഒന്ന് എക്സ്ട്രാ ഉണ്ട്. ഉടച്ച കടല വീണ്ടും 3 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഉടച്ച കടല 3 പാക്കറ്റ്. ഇനി ഏറ്റവും ലാസ്റ്റ് സാധനത്തിലോട്ട് നമ്മൾ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ക്യാമറ തിരിക്കാം. ഗായ്സ് സർഫ്, തുണി കഴുകണ സർഫാണിത്. ഞങ്ങൾ ഇപ്പോൾ സാധാരണയായിട്ട് ലിക്വിഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീനിലാണ് തുണി കഴുകണം.
ഇപ്പോൾ അച്ഛൻ എന്തോ പറ്റി സർഫ് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാണ്. ഇതാ സർഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കണേന്ന്, മാസം തോറുമാണോ അതേ ആഴ്ചകൾ തോറുമാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇത്രയേ ഉള്ളൂ. ബാഗ് ദേ എംപ്റ്റിയായി. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അത് ഞങ്ങൾ വാങ്ങിച്ചതല്ല, അമ്മയെ വയ്യാതിരിക്കുന്നതുകൊണ്ട് കാണാൻ വന്നായിരുന്നു കുറച്ച് ആൾക്കാർ. അപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഫ്രൂട്ട്സിൻ്റെ ബാഗ്. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യമേ ഇരിക്കുന്നത് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. അതെ, ഓറഞ്ച് തന്നെയാണ്. മണമൊന്നുമില്ല. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതൊരു തണ്ണിമത്തനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗൈസ് ഏത്തപ്പഴം ഉണ്ട്, പിന്നെ കുറച്ച് മുന്തിരിയും ഉണ്ട്. ഞാൻ എല്ലാം തുറക്കുന്നില്ല. ഇതിനകത്ത് മുന്തിരിയാണ്, പിന്നെ അത് ഏത്തപ്പഴം. ഇത്രയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ വാട്ടർ ഈറ്റിൻ്റെ ഡേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോറി, അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം രാവിലെ എണീക്കുമ്പോൾ താമസിച്ച് പോകണം. എത്ര നേരത്തെ കിടന്നാലും എണീക്കുമ്പോൾ ഒരു 8:30 അങ്ങനെ ആയി പോകണോണ്ട് പെട്ടെന്ന് കയറി ഭക്ഷണം ഉണ്ടാക്കണം. 8:30ക്ക് ഉറക്കണീറ്റാൽ ആ ടൈമിൽ പല്ല് വയ്ക്കാൻ പോലും നേരമില്ല. പിന്നെ നേരെ പോയി ഭക്ഷണം ഉണ്ടാക്കിയാണ് ചെയ്യണത്. കാരണം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് കൊടുക്കണം. അതുകൊണ്ടാണ് എനിക്ക് വാട്ടർ ഈറ്റിൻ്റെ ഡേ ചെയ്യാൻ പറ്റാത്തത്. ഡീറ്റെയിൽഡായിട്ട് ഇന്നലെയൊന്നും വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം അതാണ്. ഞാൻ ജോലി ഒരുപാടുണ്ടായിരുന്നു, അതാണ് വീഡിയോ ഇടാനൊന്നും പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.